സ്നേഹപ്പെട്ട എല്ലാവർക്കും വേറിട്ട കാഴ്ചകളിലേക്ക് സ്വാഗതം. ആയുർവേദത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ നിലയുറപ്പിച്ചുകൊണ്ട് തന്നെ ആന ചികിത്സ, വിഷവൈദ്യം, ബാലചികിത്സ മുതലായ വിഭാഗങ്ങളിൽ കേരളത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് വൈദ്യശാസ്ത്രജ്ഞന്മാർ തങ്ങളുടേതായ സമ്പ്രദായങ്ങൾ രൂപപ്പെടുത്തുകയും ചികിത്സിച്ചു പോരുകയും അതിൽ വിജയം കൈവരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആധുനിക വൈദ്യശാസ്ത്രത്തിന് ചികിത്സാരംഗത്ത് മേൽക്കൈയുള്ള വർത്തമാന കാലത്തും ഈ പൂർവ്വ ചികിത്സാ പദ്ധതി ചിലയിടങ്ങളിൽ ശക്തമായി മുന്നോട്ട് പോവുകയും സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള മനോരോഗികൾ തങ്ങളുടെ രോഗശമനത്തിനായി വന്നെത്തുന്ന മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്കടുത്ത മങ്കടയിലെ പൂങ്കുടിൽ നാറാണമംഗലത്ത് മന കേരളത്തിന്റെ തനതു വൈദ്യശാസ്ത്രത്തെ അഭിമാനപൂർവ്വം ഉയർത്തിക്കാണിക്കുന്ന അപൂർവമായൊരു ശാന്തി നികേതനമാണ്. പാരമ്പര്യമായി മനോരോഗ ചികിത്സയിലായിരുന്നു പൂങ്കുടിൽ മനയുടെ കർമ്മമുദ്ര. തലമുറകളായി കൈമാറി വന്നതാണെങ്കിലും ഇന്നും പൂങ്കുടിൽ മനയിലെ പാരമ്പര്യ വൈദ്യന്മാർക്ക് തങ്ങളുടെ പൂർവ്വസൂരികളിൽ നിന്ന് സിദ്ധിച്ച മനോരോഗ ചികിത്സാ ശാസ്ത്രം സഫലമായി തന്നെ പ്രയോഗിക്കാൻ ആവുന്നുണ്ട്. രോഗികളായി എത്തുന്നവർ തങ്ങളിൽപ്പെട്ടവർ തന്നെയാണ് എന്ന ഉത്കൃഷ്ടമായ ബോധമാണ് അവരെ ഈ നിലയിൽ തുടരാൻ പ്രേരിപ്പിച്ചതും മുന്നോട്ട് നയിക്കുന്നതും. ഇന്നത്തെ വേറിട്ട കാഴ്ചകളിൽ മനയെക്കുറിച്ചും അവിടുത്തെ മനോരോഗ ചികിത്സാ സമ്പ്രദായത്തെക്കുറിച്ചും ചികിത്സകനായ പൂങ്കുടിൽ നാറാണമംഗലത്ത് വാസുദേവൻ നമ്പൂതിരി നമ്മോട് സംസാരിക്കുന്നു. ഇവിടെ ഈ നാറാണത്ത് ഭ്രാന്തൻ്റെ ആ ഒരു ചികിത്സാ പാരമ്പര്യം ഭാഗിച്ചു പോകുന്നതാണ് സങ്കല്പം. പൂങ്കുടിൽ എന്ന് പറഞ്ഞ ഈ സ്ഥലവും പിന്നെ കല്ലിൽ നാരായണമംഗലത്ത് എന്ന് പറഞ്ഞ വേർതും പിന്നെ നാറാണത്ത് നാരായണമംഗലത്ത് അങ്ങനെ മൂന്നായിട്ട് ഭാഗിച്ചു എന്നാണ് സങ്കല്പം. ഒരു കേട്ടുകേൾവി അങ്ങനെയാണ്. അപ്പോൾ ആറാസ് നാരായണമംഗലത്തിന് തന്ത്രങ്ങളും കല്ലിൽ നാരായണമംഗലത്തിന് ഈ ചാത്തരാംഗം പോലത്തെ ചില കലാപരിപാടി വിമർശിച്ചുകൊണ്ടുള്ള കലാപരിപാടികളുണ്ട്. അതും ഇവിടേക്ക് നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് ഈ ചികിത്സ, മനോരോഗ ചികിത്സയും മന്ത്രവാദം. അതാണ് ഇതിലൊരു ഐതിഹ്യം. പിന്നെ അത് പാരമ്പര്യമായ ആ ചികിത്സ നമ്മൾ ഇതുവരെയും തുടർന്ന് പോകുന്നു. കുട്ടിക്കാലം നമ്മളൊക്കെ ജനിച്ച് വളർന്നൊക്കെ രോഗികളുടെ ഇടയിലാണ്. നമ്മളെ കൂട്ടുകാരും ഒപ്പം കളിച്ചിരുന്നവരും ഒക്കെ മനോരോഗികളായിരുന്നു. അതാണ് ഒരു പ്രത്യേകത. അപ്പോൾ വളരെ മുമ്പ് തന്നെ ജനിച്ചപ്പോൾ തന്നെ രോഗികളെ ഇടപഴകുമ്പോൾ രോഗികളുടെ സ്വഭാവം, അവരുടെ പെരുമാറ്റം ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. രോഗി വന്ന ഈ ചികിത്സകളുടെ പ്രധാന ഒരു കാര്യം എന്ന് പറയുന്നത് മനോരോഗിയെ തിരിച്ചറിയുക എന്നുള്ളതാണ്. വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. ഇത് ക്ലിനിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല അത്. ഈ മനോരോഗം എന്ന് പറയുന്നത് പനി കാണിച്ചാൽ തെർമോമീറ്റർ വെച്ച് നോക്കാം. ഇത് പറ്റില്ല. ഇത് രോഗിയുടെ ആളെന്ത് പറയുന്നു അതേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ നമുക്കറിയാം ഏതാണ് രോഗി എന്നുള്ളത്. അതെങ്ങനെ അറിയാമെന്ന് വെച്ചാൽ ഈ ഇടപഴകൽ കൊണ്ട് ചിന്തിക്കണം. പെട്ടെന്ന് ഒരാൾക്ക് അത് കിട്ടില്ല. അവരുടെ ഇടയിലാണ് നമ്മൾ ജനിച്ചതും വളർന്നതും ഒക്കെ. എല്ലാവരും 2002 ശേഷം ഇവിടെ രോഗികളെ നിർത്താറില്ല. അതുവരെ ഞങ്ങൾ അവരുടെ കൂടെ തന്നെയായിരുന്നു എല്ലാവരും അടക്കം ജീവിച്ചിരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഭയമില്ല. മറ്റൊരു ഘട്ടം കഴിഞ്ഞിട്ടാണ് ഈ DPM എടുക്കാൻ പോകുന്നത്. മറ്റുള്ളവർക്ക് അങ്ങനെയാണല്ലോ. ഒരു MBBS കഴിഞ്ഞിട്ടാണ് പിന്നീട് ഇതെടുക്കാൻ ഇതിലൊരു തിരിയുന്നത്. നമ്മളങ്ങനെ നമ്മുടെ കുട്ടിക്കാലത്ത് പറഞ്ഞാൽ ഇവരുടെ ജീവിച്ചു വരുന്നതാണ്. അപ്പോൾ എന്ത് ഭയങ്ങളൊന്നും ഭയമില്ല. കാരണം അത് ഒന്നാമെന്താ വെച്ചാൽ ചികിത്സയ്ക്ക് വളരെ അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണത്. നമ്മളെ രോഗീനെ അംഗീകരിക്കാൻ നമുക്ക് ആവശ്യം. രോഗീനെ അംഗീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവർ ഒന്നും ചെയ്യില്ല. മറ്റുള്ള വീട്ടുകാരും എല്ലാവരും ആ രോഗീനെ രോഗിയായിട്ടാണ് കരുതുക. നമ്മളൊരിക്കലും അങ്ങനെ കരുതില്ല. ഈ രോഗിയായിട്ട് നമ്മളൊരാളെ പോലെ ആയിട്ടാണ് നമ്മൾ കരുതുക. അപ്പോൾ തന്നെ നമ്മളോടുള്ള അറ്റാച്ച്മെൻറ്റും കൂടും. അതോടുകൂടി നമ്മൾ പറഞ്ഞ എന്തും അനുസരിക്കാനുള്ള പ്രവണതയും അവർക്കുണ്ടാവും. ഇതിപ്പോൾ പ്രത്യേകിച്ച് പഠിക്കാൻ ഇതിങ്ങനെ ഒന്നിച്ച് പഠിച്ചു പോകുന്നു. ഇതിനൊരു പുസ്തകമൊന്നുമില്ലല്ലോ. ഇത് പാരമ്പര്യമായിട്ടുള്ളൊരു സമ്പ്രദായമാണ്. അപ്പോൾ ഇതിങ്ങനെ പഠിച്ചിങ്ങനെ പോകും. പിന്നെ ഇടപെട്ട് വരുമ്പോൾ കുറേ കാലം ഒപ്പം നിന്ന് പാരമ്പര്യമായിട്ടുള്ള അങ്ങനെയാണ് വരുന്നത്. അങ്ങനെ പഠിച്ചു വരണമാണ്. വേറെ യാതൊരു ഷോർട്ട് കട്ടും ഇല്ല. ഒപ്പം നിന്ന് പഠിക്കണം വേണം. കാരണം അല്ല ഇതിപ്പോൾ പുസ്തകത്തിൽ പഠിച്ചാൽ ചികിത്സ പ്രാക്ടിക്കലാണ്. അത് സംശയമില്ല. ഇനിയിപ്പോൾ പുസ്തകത്തിലുണ്ടായാലും ചികിത്സിക്കണ മാനസിക രോഗികളാകുമ്പോൾ പ്രശ്നമാണ്. മാനസിക പ്രശ്നമുള്ള ആൾക്കാർ നമുക്ക് അടുത്തവരൊക്കെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. പക്ഷെ അവർ അഭിമുഖീകരിക്കൽ തൊട്ട് നമ്മൾ ഇതിപ്പോൾ അതിന് കുട്ടിക്കാലത്ത് ഞങ്ങൾ കളിച്ച് വളരുന്ന ഇടയിലല്ലേ. അപ്പം പിന്നെ അതങ്ങനെ ശീലവും. കുട്ടിയാമ്മ മൂലിക്ക് ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരു 10-35 രോഗികൾ ഇൻപേഷ്യൻസ് ഉണ്ടായിരുന്നു. അവർ കൂടെ ക്രിക്കറ്റ് കളിക്കാനും ഇല്ലെങ്കിൽ ഇപ്പോൾ 2003-04 വരെ IP ഉണ്ടായിരുന്നു ഇവിടെ.
അപ്പോൾ അതുവരെ ഞാനൊക്കെ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഇപ്പോൾ പഠിച്ചതൊക്കെ മഞ്ചേരിയാണ് എൻ്റെ ഒരു ഘട്ടത്തിന് ശേഷം. ആ സമയത്ത് ഇവരെ കൂടെ ക്രിക്കറ്റ് കളിക്കാനും പഴകാനും. അപ്പോൾ ഒരു മനോരോഗി എന്നുള്ളത് എനിക്കിപ്പോൾ റോട്ടിൽ നിന്ന് ഒരു ഭ്രാന്തനെ, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഭ്രാന്തൻ എന്ന് പറയാറില്ല, രോഗി എന്ന് പറയാറുള്ളൂ, കണ്ടു കഴിഞ്ഞാൽ എനിക്കൊരു ഭയം അയാളോട് തോന്നാറില്ല. സഹതാപം പോലെയുള്ള ഇല്ലെങ്കിൽ ആ കാരുണ്യം മാത്രമേ തോന്നാറുള്ളൂ. കാരണം ഇങ്ങനെ ഒരു സമ്പ്രദായം കണ്ടു വളർന്നുകൊണ്ട്. മനോരോഗികളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നതിനെക്കുറിച്ച് ഇവിടുത്തെ വൈദ്യന്മാർക്ക് ചില അടിസ്ഥാന തത്വങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ദയാപൂർവം, സ്നേഹപൂർവം അവർക്ക് പറയാനുള്ളത് മുഴുവനും ശ്രദ്ധയോടെ കേൾക്കുക എന്നത് തന്നെയാണ്. അങ്ങനെ സൂക്ഷ്മമായ നിരീക്ഷണങ്ങളിലൂടെ വൈദ്യൻ രോഗനിർണയം നടത്തുന്നു. രോഗിയെ അനുഭാവപൂർവം ഉൾക്കൊള്ളണമെന്നുണ്ടെങ്കിൽ വൈദ്യന്റെ ചിത്തം സ്ഫടികം പോലെ ശുദ്ധമായിരിക്കണം. വൈദ്യന് ഭൂമിയോളം ക്ഷമയുണ്ടായിരിക്കണം. ഈ ഗുണങ്ങളൊക്കെ പൂങ്കുടിൽ മനയിലെ അംഗങ്ങൾക്ക് സ്വമേധയാ വന്നു ചേരുന്നു. അതുതന്നെയാവാം പൂങ്കുടിൽ സമ്പ്രദായത്തിന്റെ വിജയരഹസ്യവും. ഒരു വര വരച്ച് കഴിച്ചാൽ അതിൻ്റെ മേലോട്ട് പോകും തോറും ഉന്മാദമായിത്തീരും, താഴോട്ട് പോകും തോറും വിഷാദമായി മാറും. ഇതാണ് ഒരു അതിൽ ഇപ്പോൾ കുറച്ചുകൂടി പോയാൽ ഹിസ്റ്റീരിയാവും, കുറച്ച് പോയാൽ പിന്നെ ഈ ഫോബിയാവും, പിന്നെ അത് പിന്നെ ടെൻഷനാവും, പിന്നെ സ്ട്രെസ്സാവും, സ്ട്രെസ്സ് പിന്നെ മനോരോഗത്തിൽ മാറും. അങ്ങനെ കീഴോട്ട് വരുമ്പോൾ അങ്ങനെയാണ് ഭയം ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ആയിട്ട് അവസാനം എത്തുമ്പോൾ അത് വിഷാദമായി മാറും. അപ്പോഴാണ് വിഷാദം അഗ്രസീവായിട്ടുള്ള സ്റ്റേജായ മാനിയും, ഈ രണ്ടാണ് ശരിക്കും ഇതിലുള്ളത്. ഒന്ന് ഉന്മാദം വിഷാദവും. ആയുർവേദ സമ്പ്രദായം അങ്ങനെയാണ്. അതിൽ തന്നെ ഓരോ ഇപ്പോൾ 100 ആൾ 100 തരമായിരിക്കും അല്ലേ? ഇല്ല, മനസ്സിനാണല്ലോ ഈ രോഗം വരിക. 100 ആൾ 100 തരമായിരിക്കും. അപ്പോൾ ഓരോ രോഗികൾക്കും വ്യത്യസ്ത ജനറലായിട്ടുള്ള ഒരു കാര്യങ്ങളുണ്ടാവും, ജനറൽ സിംറ്റംസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ സംസാരം കൂടുതലെന്നാൽ സംസാരം കൂടുതൽ ജനറലാണ്, പറയുന്നത് വ്യത്യാസം ഉണ്ടാവും. പക്ഷേ പൊതുവായിട്ടുള്ള ചില കോമൺ ആയിട്ടുള്ള ചില മാനദണ്ഡങ്ങളുണ്ടാവും. അതിനനുസരിച്ച് നമ്മൾ ചികിത്സിക്കും. പിന്നെ ചില പ്രത്യേക ലക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. എന്നാലും പാരനോഡ് ടൈപ്പ് സിസോഫ്രീനിയ എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള അത് മാറാൻ സുഖാവാൻ പ്രയാസമുള്ളതാണ്. രോഗം സമാധാനം ബുദ്ധിമുട്ടുള്ള കാര്യം സിസോഫ്രീനിയ പറയണത്. അതിനെ പലതരത്തിലുണ്ട്. ഞാൻ ദൈവമാണെന്ന് അങ്ങനെ പറഞ്ഞിട്ട് വേറെ ഉണ്ട്, അല്ലെങ്കിൽ എന്നെ വേണ്ട രീതിയിൽ പരിഗണിക്കില്ല അങ്ങനെ വേറൊന്നുണ്ട്. അത് ഒക്കെ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. അത് ആ രോഗി അങ്ങനെ എത്ര നടന്ന് ഒരുപാട് വർഷങ്ങൾ കഴിയണം. അപ്പോൾ തുടക്കത്തിൽ ആർക്കും ഇത് രോഗമാണോ എന്ന് പറയാൻ കഴിയില്ല. കുറേ ആകുമ്പോഴേ സിസോഫ്രീനിയ തരാറില്ല. ആദ്യം വീട്ടുകാരൊക്കെ ഈ രോഗിനെ കുറിച്ച് രോഗി എന്നുള്ള ബോധം ഉണ്ടാവില്ല. വീട്ടുകാർക്ക് ബോധം ഉണ്ടാകുമ്പോൾ രോഗി സമ്മതിക്കില്ല. മറ്റുള്ളവരൊക്കെ നാട്ടുകാരൊക്കെ നന്നായി പറയും, വീട്ടുകാരോട് പ്രശ്നം ഉണ്ടാകും. വീട്ടുകാർക്കും രോഗമെന്ന് പറയുമ്പോൾ രോഗി സമ്മതിക്കില്ല, രോഗിയാന്ന്. അവസാനമാകുമ്പോൾ അത് അസുഖം ഭേദാവാത്ത അവസ്ഥയിലെത്തും. അങ്ങനത്തെ ഘട്ടത്തിലാണ് സാധാരണ പേര് എല്ലാവരും ഇവിടെ കൊണ്ടുവരാറുള്ളത്. അതിനനുസരിച്ച് ഓരോരുത്തർക്കും വ്യത്യസ്ത രീതിയിലുള്ള മരുന്നുകളാണ്. അത് രോഗത്തിൻ്റെ പഴക്കം, ഈ പിന്നെ ഈ ആരോഗ്യസ്ഥിതി, ജെൻഡർ, മെയിൽ ഓർ ഫീമെയിൽ, ഇതൊക്കെ കണക്കിലെടുത്തിട്ടാണ് നമ്മൾ മരുന്ന് നിശ്ചയിക്കാറുള്ളത്. സാധാരണ രോഗങ്ങൾ എങ്ങനെ വർദ്ധിക്കുന്നു, ഏതൊക്കെ തരത്തിലുണ്ടാകുന്നു, അതേ രീതിയിൽ മനോരോഗവും വർദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ പണ്ടൊക്കെ പ്രഷറും പ്രമേഹവും പണക്കാർക്ക് വരുന്ന സുഖമാണെന്ന് പറഞ്ഞില്ലേ? ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ നമ്മളുടെ ജീവിതശൈലി രോഗമായി മാറിയിട്ടുള്ളതൊക്കെ ഇതേ മാതിരി തന്നെയാണ് ജീവിതശൈലി രോഗമായി മാറിയിട്ടുണ്ട് എന്തും മനോരോഗം. അപ്പോൾ ഈ പാരമ്പര്യത്തിനും പ്രസക്തി ഇല്ലാതെ ഇപ്പോൾ മറ്റേ പാരമ്പര്യമായിട്ട് അങ്ങനെ ഉണ്ടല്ലോ, പാരമ്പര്യയിൽ വരുന്നുള്ളൊരു ഇതുണ്ടല്ലോ. ഇപ്പോൾ അതൊന്നും പ്രസക്തി ഇല്ല. അതല്ലാണ്ട് തന്നെ ധാരാളം വരുന്നുണ്ട്. ഇപ്പം നമ്മളെ ഈ കേരളത്തിലെ പൊതുവേ നോക്കാൻ്റെ മനോരോഗികൾ കൂടുതലാണ്. പ്രശ്നങ്ങൾ കൂടുമ്പോഴാണ് മറ്റുള്ള സ്ഥലങ്ങളിൽ ആൾക്കാർ വർദ്ധിക്കുക. അമ്പലങ്ങളിലും മറ്റുള്ള ചില സ്ഥലങ്ങളൊക്കെ ആൾക്കാർ കൂടാൻ കാരണം വിവരക്ഷേമത്തല്ല, ഇവിടുത്തെ മനോരോഗം മാനസിക ആരോഗ്യം കുറയുന്നുണ്ടാണ്. സാധാരണ മനോരോഗം എന്ന് പറഞ്ഞാൽ തന്നെ അതാണ് നിത്യജീവിതത്തിൽ നിന്ന് അകന്നു പോലാണ് മനോരോഗം. വേറെ അതിലും സിമ്പിളായിട്ടൊന്നും പറയാനില്ല. നിത്യജീവിതത്തിൽ നിന്ന് ഒരാൾ അകലുന്നു, എങ്ങോട്ടും അകലുന്നു, അപ്പം മനോരോഗിയെ തീർന്നെന്നാൽ പറയാം. അതാ കൃത്യം വരയിൽ കൂടെ നമുക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ രോഗിയെ തീരും. ഇവിടെ എല്ലാ ആൾ വേൾഡ് പറഞ്ഞാൽ വരാം, എല്ലാ സ്ഥലത്തും വരും. ലോകം മുഴുവൻ വരാറുണ്ട് ഇവിടെ. ധാരാളം നൈജീരിയ, പിന്നെ സൗദി എന്നൊക്കെ ഇഷ്ടം പോലെ വരാറുണ്ട്. പിന്നെ ഈ കാനഡയിലൊക്കെ 80% ആൾക്ക് രോഗികളാണ്. കാനഡയിലൊക്കെ ഒന്നില്ലെങ്കിൽ ഒന്ന് അടിമയായിട്ടുള്ളവരാണ് കാനഡയിലുള്ളവർ മുഴുവൻ.
80-80% മരുന്ന് കഴിക്കാത്തവരും അവിടെ കുറവാണ്. കുറച്ച് ശതമാനമേ ഉള്ളൂ കാനഡയിലൊക്കെ. എന്തെങ്കിലും ഉറക്കത്തിനുള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ട് ഉള്ളവരാണ്. അതുകൊണ്ടൊക്കെ ധാരാളം ആൾക്കാർ വരാറുണ്ട്. നൈജീരിയക്കില്ലേ, ആഫ്രിക്കൻ നാടിൽ നിന്ന് ധാരാളം വരാറുണ്ട്. മരുന്ന് കൊണ്ടും കുറേ ദിവസം ഇവിടെ നിൽക്കും. എന്തായാലും വരും കുറേ സമാധാനമായിട്ട് തന്നെയാണ് പോകാറുള്ളത്. കാരണം അവിടെ നിന്ന് ശരിക്കും മരുന്നില്ല. അവിടെയൊക്കെ ബ്ലാക്ക് മാജിക്കാണ് അധികം. ഒരുതരം മന്ത്രവാദം പോലത്തെ കാര്യങ്ങൾ ചെയ്യാം. മരുന്നിന് അധികം അവിടെ ഒന്നും ഉപയോഗിക്കാറില്ല. ഈ ആഫ്രിക്കൻ രാജ്യങ്ങളൊന്നും ഒന്നുമില്ല. പൂങ്കുടിൽ സമ്പ്രദായത്തിന്റെ സവിശേഷത രോഗിയുമായുള്ള ചികിത്സകന്റെ ആത്മബന്ധമാണ്. രോഗാപഗ്രഥനം, രോഗനിർണയം, ചികിത്സ, ഔഷധപ്രയോഗം ഇതൊക്കെ തന്നെ പാരമ്പര്യമായി തുടർന്നു പോരുന്ന ചികിത്സാ പദ്ധതികൾക്ക് അനുസൃതമായിട്ടാണ് നടക്കുന്നതെങ്കിലും ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ അറിവുകൾക്ക് നേരെയും പൂങ്കുടിൽ മലയുടെ ജാലകങ്ങൾ തുറന്നു വച്ചിരിക്കുന്നു. തലമുറകളായി തുടർന്നു വരുന്ന ഈ ചികിത്സാശാസ്ത്രം കൂടുതൽ പ്രകാശത്തോടെ നിലനിൽക്കുന്നതിന് ഇവിടുത്തെ ഓരോ അംഗവും പ്രകടിപ്പിക്കുന്ന ഉത്പതിഷ്ണുത്വം പ്രശംസനീയമാണ്. ചിത്തരോഗാശുപത്രികൾ സാധാരണക്കാരായ രോഗികളെ സംബന്ധിച്ചിടത്തോളം നരകതുല്യമായ പീഡന കേന്ദ്രങ്ങളാണെങ്കിൽ പൂങ്കുടിൽ മന അവർക്ക് കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും പൂങ്കുടിൽ തന്നെയാണ്. ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്യുവർ ആയുർവേദ ട്രീറ്റ്മെൻറ്റാണ്. സാധാരണ ഈ ആയുർവേദ ചികിത്സയിൽ പഞ്ചകർമ്മമാണ്. 5 കർമ്മത്തിൽ കൂടെ ശരീരത്തിലെ ദൂഷ്യങ്ങൾ കളഞ്ഞിട്ടാണ് ചികിത്സിക്കുക. അത് പിന്നെ ഈ വേർപ്പിക്കൽ, പിന്നെ വമനം, വിരേചനം എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ ചെയ്തിട്ടാണ് നമ്മളത് ചെയ്യാറില്ല. ഈ സ്നേഹപാനമൊക്കെ ചെയ്യാറ്, കോട്ടയ്ക്കലും ഇവരൊക്കെ ചെയ്യാറുണ്ട്. നമ്മളത് ചെയ്യാറില്ല. നമുക്കൊരു പ്രത്യേക രീതിയാണ്. നമ്മളൊരു പ്രത്യേക ഒരു തലയ്ക്ക് എണ്ണ തേച്ച് കുളിക്കുക. പിന്നെ ധാര ഒന്ന് ജലധാര ഉണ്ട്, ശുദ്ധ ജലം കൊണ്ട് ധാര ചെയ്യുക. പിന്നെ കഷായധാര ഉണ്ട്. ഈ കഷായധാരയൊക്കെ ഒരു ഘട്ടം കഴിഞ്ഞിട്ട് ചെയ്യുള്ളൂ. അതൊന്ന് അസുഖ ശമനത്തിന് മാത്രമല്ല, അതോടുകൂടി പിന്നീട് വരാതിരിക്കാനുള്ള ഒരു മാർഗം കൂടിയിട്ടാണ്. അത് ലാസ്റ്റ് അവസാന സന്ദർഭങ്ങളിലാണ് ധാരയൊക്കെ ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഞ്ചേന്ദ്രിയങ്ങളോട് കൂടിയിട്ടുള്ള അതൊന്നും ഉണ്ടാകുന്ന ഒന്നാണ് മനസ്സാണ്. അപ്പോൾ ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൂടിയിട്ട് മരുന്ന് കൊടുക്കണം എന്നാണ് പറയുക. ത്വക്കിൽ, ചെവിയിൽ, മൂക്കിൽ, കണ്ണിലൊക്കെ മരുന്ന് കൊടുത്താൽ മാത്രമേ ഈ മനസ്സിനെ ബാധിക്കൂ എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ ഇതേ രീതിയിലുള്ള എല്ലാ മരുന്നും കണ്ണിൽ അഞ്ജനം എഴുതും, മൂക്കിൽ നസ്യം ചെയ്യും, തലയിൽ ധാര, ശരീരത്തിൽ അഭ്യംഗ എണ്ണ തേച്ച് കുളി, പിന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോഴേ അത് മനസ്സിലേക്ക് പിടിക്കൂ എന്നാണ് പറയുക. അപ്പോൾ ഇത്തരത്തിലൊക്കെ ചികിത്സകളൊക്കെ നമ്മൾ സാധാരണ അത് പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടില്ല, ഒട്ടും വ്യതിചലിക്കാതെ. അതിൽ നമുക്ക് കൂട്ടാൻ പറ്റില്ല, കൂട്ടിയാൽ പാരമ്പര്യം നഷ്ടപ്പെടില്ലേ, കുറയ്ക്കാനും പറ്റില്ല. അത് ആ രീതിയിൽ തന്നെ തുടർന്ന് പോവുകയാണ്. നമ്മൾ ക്ലാസിക് ടെക്സ്റ്റുകളിൽ പഠിക്കുന്ന ആയുർവേദവും ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്ന ആയുർവേദത്തിനും കാലാനുസൃതമായ വളരെ മാറ്റങ്ങളുണ്ട്, ഔഷധ പ്രയോഗത്തിനും എല്ലാ കാര്യത്തിലും. അപ്പോൾ ഓരോരുത്തരുടെ അനുഭവം അനുസരിച്ചിട്ടും ഓരോരുത്തരായാലും അവരുടേതായിട്ടുള്ള രീതിക്കാണ് ചികിത്സകൾ ഉണ്ടാവുക. നമ്മൾ കോളേജിൽ നിന്ന് നമ്മളെ സാറുമാർ പറഞ്ഞു തരുന്ന പല മെഡിസിനുകളും പല രീതിക്കും പല കോമ്പിനേഷൻസിലും വ്യത്യാസപ്പെടുത്തിയിട്ടാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ള പല ഗുഡ് റിസൾട്ട്സ് എനിക്ക് ഇവിടുന്ന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. WHO ആൾക്കാർ ഇവിടെ വന്നിരുന്നു. അത് രാജീവ് ഗാന്ധിയുടെ കാലത്ത് 88 ആ കാലത്തൊക്കെ വന്നിരുന്നു. വന്നിട്ട് ഇവിടെ ഇതിപ്പോൾ ഇതാക്കണം, മറ്റതാക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു നന്നാക്കണം. അദ്ദേഹം ഒരു കുറേ കൂടി യുവജനങ്ങളുടെ മനസ്സുകാരണം എന്നൊക്കെ ആഗ്രഹമുള്ള ഒരാളായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടുത്ത തലമുറയ്ക്ക് നന്നാവാൻ വേണ്ടിയിട്ട് ഇവിടെ അതിനനുസരിച്ച് ഇതൊരു ദർശൻ ശങ്കർ എന്നുള്ള ഒരു സെക്രട്ടറി ഇദ്ദേഹം വരികയും ഇവിടെ വന്നിട്ട് അതിന് എന്തൊക്കെയാണ് വേണ്ടത് ചോദിക്കുകയും പിന്നെ അന്ന് തന്നെ അതിപ്പോൾ 88 അന്ന് തന്നെ 8 കോടി 10 കോടി തരാമെന്ന് പറഞ്ഞു. നമ്മളത് ഒഴിവാക്കുക ചെയ്ത്, കാരണം ആ പാരമ്പര്യം നഷ്ടപ്പെടും, പിന്നെ അത് കമേഴ്സിലാവും. അപ്പോൾ അതുകൊണ്ട് നമ്മളത് നേരവും നിരസിച്ചു. പിന്നെ അവരൊരു കാര്യം പറഞ്ഞു, കുറച്ച് കൂട്ടർക്ക് ഈ ഒരു പ്രാക്ടീസ് കൊടുക്കാൻ പറഞ്ഞു. കുറച്ച് ഡോക്ടേഴ്സിന് BAMS കഴിഞ്ഞ ഡോക്ടേഴ്സിന് വന്നിട്ട് നമുക്ക് അവർക്ക് ചികിത്സയിൽ പ്രാക്ടീസ് കൊടുക്കാം. അങ്ങനെ കുറേ ആൾക്കാർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിന് ക്ഷമ നിർബന്ധമാണ്. ഈ ഒരു മനോരോഗ ചികിത്സയ്ക്ക് ക്ഷമിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. രോഗികൾ ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ ഇഷ്ടത പറയും. അത് കേൾക്കാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാവണം. നമുക്കിപ്പോൾ ഒരു വാക്കോ അല്ലെങ്കിൽ ഒരു ജസ്റ്റർ ഒരു ഭാവം കണ്ടെങ്കിൽ നമുക്കത് അറിയാൻ പറ്റും. രോഗത്തിൻ്റെ പഴക്കും എല്ലാം നമുക്കറിയാൻ പറ്റും. എന്നിരുന്നാലും ശരി, നമ്മളവർ പറയണ മുഴുവൻ കേൾക്കണം. എന്നാലേ നമ്മൾ വിശ്വാസം തരുള്ളൂ. ദേപ്പൻ്റെ ചികിത്സാ രീതികൾ ഒരുപാട് ഞാൻ അനുകരിക്കാറുണ്ട്. ദേപ്പൻ്റെ ക്ഷമാശീലം എനിക്ക് വളരെ ഇഷ്ടമാണ്. കാര്യങ്ങൾ ആൾ പേഷ്യൻ്റിൽ നിന്ന് കേൾക്കുന്ന കാര്യങ്ങൾ ഒരുപാട് സമയം ഒരു പേഷ്യൻ്റ് ചിലവഴിക്കാറുണ്ട്. ചിലപ്പോൾ ഞാൻ അച്ഛനെ കൂടെ അത്ര ഞാൻ കണ്ടിട്ടില്ല. അച്ഛൻ ചിലപ്പോൾ പെട്ടെന്ന് ധൃതി പിടിക്കാറുണ്ട്. ദേപ്പന് കുറച്ചുകൂടി ക്ഷമ കേൾക്കാറുണ്ട്. അത് ഞാൻ അനുകരിക്കണം. മന്ത്രവാദം എന്ന് പറഞ്ഞാൽ അത് ഈ മനോരോഗത്തിന് അത്യാവശ്യമുള്ള കാര്യമാണ്. ഈ മന്ത്രവാദം എന്ന് പറഞ്ഞാൽ
അത് മരുന്നിൻ്റെ അതേ തുല്യ പ്രാധാന്യമാണ് മന്ത്രവാദത്തിന്. മന്ത്രവാദം എന്ന് പറഞ്ഞാൽ 6 തരത്തിലാണ്. അതിൽ ഈ ഉച്ചാടനവും അതേമാതിരി 1-2 കാറ്റഗറി മാത്രം എടുത്തിട്ടാണ് നമ്മൾ മാനസിക രോഗം ചികിത്സിക്കുന്നത്. ചില രോഗികൾക്ക് വിശ്വാസത്തിനനുസരിച്ച് നമുക്ക് മരുന്ന് കൊടുക്കാൻ പറ്റുള്ളൂ. ചില രോഗികൾ സിസോഫ്രീനിയ ബാധിച്ച രോഗികളൊക്കെ ചിലർ അയൽവാസി കൂടോത്രം ചെയ്തിട്ടാണ് എനിക്ക് അസുഖം എന്ന് പറഞ്ഞാൽ അയാൾക്ക് മരുന്ന് കൊടുത്തിട്ടൊരു കാര്യമില്ല. അയാൾക്ക് കൊടുക്കേണ്ടത് ഇതേപോലെ ചരടുണ്ടാക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മന്ത്രവാദ വിഷയം ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് മാനസികമായിട്ടുള്ളൊരു ആശ്വാസം കിട്ടും. അപ്പോൾ ഈ മനോരോഗത്തിന് കൃത്യമായിട്ടും മരുന്ന് വേണം. മരുന്നിൻ്റെ കൂടെ തന്നെ ഇതിന് വിശ്വാസം ഇത്തരം ചിന്താഗതി ഉള്ളവർക്ക് ഈ മന്ത്രവാദത്തിൻ്റെ അത്യാവശ്യമാണ്. ആയുർവേദ വൈദ്യ പഠനം കഴിഞ്ഞെത്തുന്ന ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം മനോരോഗ ചികിത്സകനാകാൻ അയാൾക്ക് പ്രാവീണ്യമുണ്ടായിരിക്കണമെന്നില്ല. അഷ്ടാംഗ ഹൃദയം, ചരകം, സുശ്രുതം എന്നിങ്ങനെയുള്ള അടിസ്ഥാന ഗ്രന്ഥങ്ങളിലൂടെ അയാൾ കടന്നുപോയിരിക്കാമെങ്കിലും കേരളത്തിൽ ബിരുദാനന്തര പഠന വിഷയമായി മനോരോഗ വിജ്ഞാനം കോട്ടയ്ക്കൽ ആയുർവേദ കോളേജിൽ ഒരിടത്തു മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതും കായ ചികിത്സാ വിഭാഗത്തിന്റെ കീഴിൽ. ഇനിയും കേരളത്തിൽ മനോരോഗ വിജ്ഞാനം ആയുർവേദ വിദ്യാഭ്യാസ രംഗത്ത് ഒരു സ്വതന്ത്ര വിഭാഗമായി ഉയർന്നു വന്നിട്ടില്ല. ആയുർവേദത്തെ കുറ്റപ്പെടുത്തുകയല്ല. ആധുനിക വൈദ്യശാസ്ത്രത്തിൽ പോലും രോഗനിർണയ സംവിധാനവും അതിനുള്ള ഔഷധങ്ങളും ഉണ്ടാവുന്നതും അടുത്ത കാലത്താണല്ലോ. ജനറൽ മെഡിസിൻ പഠിച്ച ഡോക്ടർ തന്നെയാണ് ചിത്തരോഗത്തിന് ചികിത്സ നിർണയിച്ചിരുന്നത്. എന്നാൽ ആധുനിക ശാസ്ത്രം 90കളിൽ നടത്തിയ വിപ്ലവകരമായ ഗവേഷണങ്ങൾ ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ന്യൂറോ ഇമേജിംഗ് ടെക്നിക്കുകൾ, തലച്ചോറിലെ രക്തചംക്രമണത്തിന്റെ പഠനങ്ങൾ എല്ലാം വന്നതോടുകൂടി രോഗനിർണയം നടത്താൻ ഡോക്ടർമാർക്ക് സുഗമമായ രീതികൾ തുറക്കപ്പെടുകയാണ്. ആയുർവേദത്തിൽ പക്ഷേ കാര്യമായ ഗവേഷണങ്ങളൊന്നും മനോരോഗ ചികിത്സാ രംഗത്ത് നടക്കുന്നതായി റിപ്പോർട്ടുകളില്ല. ഇവിടെ ഈ മനോരോഗ ചികിത്സയുള്ള കാരണം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇവിടെ ഒരു ഇന്നാൾക്ക് ഇത്ര വര, അപ്പുറത്തേക്ക് അപ്പുറം വര, അങ്ങനെ ഒരു ജാതിക്രമം അനുസരിച്ച് ഒരു അകലം നിശ്ചയിച്ചിരുന്നു പണ്ടുള്ളവർ. ഇവിടെ അങ്ങനെ ഉണ്ടായില്ല. ഈ മതിൽക്കെട്ടിനുള്ളിൽ ഒരു കാലത്തും ജാതി, മതം, രാഷ്ട്രീയം ഇതൊന്നും വിഷയമല്ല ഇവിടെ. അപ്പോൾ നമുക്കറിയാം ഇവിടെ പാരമ്പര്യമായിട്ട് നമ്പൂതിരിമാരാണ്. അവർക്കൊരു അവരുടേതായുള്ള ചിട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചിട്ടിയും കാര്യങ്ങളൊക്കെ അവർ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും ജനകീയ ഇടപെടലിന് യാതൊരു കുറവും ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. അവിടെ ഒരു സ്പർദ്ധയോ ഒരു കാര്യങ്ങളോ ഏത് മതസ്ഥാരും ഇവിടെയൊക്കെ വരുന്ന ആൾക്കാരിലൊരു വലിയ ശതമാനം ആൾക്കാർ പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരാൾക്ക് ഗർഭം ഉണ്ടായി കഴിഞ്ഞാൽ, ഒരു സ്ത്രീക്ക് ഗർഭം ഉണ്ടായി കഴിഞ്ഞാൽ 4 മാസം കഴിയുമ്പോൾ ഇവിടെ നിന്ന് വന്ന് അല്ലെങ്കിൽ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് പോവുക, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ചരടിട്ടി പോവുക. അതുവഴി ഈ പ്രദേശത്തിലെ സമ്പ്രദായമാണ്. ഇവിടെ ഈ കുളം ഒരു രോഗി കുഴിച്ച കുളമാണ്. ഒരു റെസ്റ്റ്ലെസ് ആയിട്ട് രോഗി വന്നിരുന്നു ഇവിടെ. എനിക്ക് സ്വസ്ഥത തീരില്ല. അങ്ങോട്ട് പോവുക അവിടെ പോവുക ഇവിടെ പോവുക അങ്ങനെയായിരുന്നു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇവിടെ ഈ നമ്മുടെ ഈ ഭാഗത്ത് ചെറിയൊരു കുഴിയുണ്ട്. അപ്പോൾ ആ കുഴി ഞാൻ കുളമാക്കട്ടെ എന്ന് ഇവിടെ ഞങ്ങളൊക്കെ എല്ലാവരും ഉള്ള സമയത്ത് ചോദിച്ചു. നമ്മളെ അനുഭവിച്ചു, നീ ആയിക്കോ എന്താ ചെയ്തതെന്ന് പറഞ്ഞു. ഇയാൾ ശരിക്കും മുറക്കി കുളം കുഴിക്കാനുള്ള എല്ലാവിധ പരിപാടിയായിട്ട് മുന്നോട്ട് പോയി. ആദ്യം നമ്മൾ വെറുതെ വിചാരിച്ചു. ഓരോ ദിവസം കൂടുന്തോറും ഇതിൻ്റെ പ്രോഗ്രസ് മുന്നോട്ട് വന്നപ്പോഴേക്കും പിന്നെ അയാൾ ചില മെക്കാനിസമൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. ഇങ്ങനെ ഈ മണ്ണെടുത്ത് കയറ്റാൻ കമ്പി കെട്ടുന്നതൊക്കെ ആയിട്ട് അയാൾ സ്വന്തം ചെയ്യാൻ ഉദ്ദേശത്തിൽ. ഇത് മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. പുതിയ ലോകത്തിൽ മനോസമ്മർദ്ദങ്ങളിൽ പെട്ടുപോകാതെ ജീവിക്കുക അസാധ്യമാണ്. അതിനാൽ ചിത്തരോഗിയായി തീരാനുള്ള സാധ്യത ഓരോ മനുഷ്യനെയും കാത്തുനിൽക്കുന്നു. മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് ഏറെ അകന്നുപോയി അവന്റെ മനസ്സും ശരീരവും ഏറെ മലിനപ്പെട്ടു പോയിരിക്കുന്നുവെന്നും പൂങ്കുടിൽ മനയിലെ വൈദ്യന്മാരും മനസ്സിലാക്കുന്നു. ഭൂമിയിൽ മനുഷ്യവർഗം ക്രമാതീതമായി വർദ്ധിച്ചു കഴിഞ്ഞു. മനുഷ്യന്റെ സ്വച്ഛമായ ആവാസ വ്യവസ്ഥയ്ക്ക് യോജിക്കാത്ത വിധത്തിൽ ഭൂമി മാറിപ്പോയിരിക്കുന്നു. സ്നേഹവും കാരുണ്യവും തന്നെയാണ് വറ്റിപ്പോകുന്നത്. സമൂഹത്തിന്റെ വേരിലും കൊമ്പിലും പൂവിലും തളിരിലുമൊക്കെ അക്രമത്തിന്റെയും അശാന്തിയുടെയും അഗ്നി പടരുകയാണ്. ഈ വിപത്സന്ധിയിലും തല തീപിടിച്ചെത്തുന്നവർക്ക് സ്നേഹധാര ചെയ്ത് മനം തണുപ്പിക്കാൻ പൂങ്കുടിൽ മന എന്ന ശാന്തി നികേതനം ഇമപൂട്ടാതെ ഉണർന്നേ ഇരിക്കുന്നു. പുതിയ തലമുറ എന്ന് പറയുമ്പോൾ എപ്പോഴും സ്ട്രെസ്സിന് അടിമപ്പെട്ട് ജീവിക്കുന്നവരാണ് പുതിയ തലമുറ. ഇതിനൊക്കെ അതിജീവിക്കലാണ് നമ്മളുടെ ഒരു കർത്തവ്യം എന്ന് പറയുന്നത്.
ഒരു വീട്ടിലാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഗൃഹനാഥൻ ആരായിക്കോട്ടെ, അയാൾക്ക് ഒരു പണം കൂട്ടാനുള്ളൊരു മാർഗം എന്ന് പറയുന്നത് ഒന്ന് റിയൽ എസ്റ്റേറ്റാണ്. അതിൽ ഒട്ടും നഷ്ടപ്പെടില്ല പൈസ. രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ സ്വർണ്ണം. മൂന്നാമത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് മക്കളിലാണ്. അത് പ്രശ്നം ഉണ്ടാക്കും. അത് തിരിച്ചു പിടിക്കാൻ മക്കൾ സ്ട്രെസ്സ് ചെലുത്തും. ഈ പുതുതലമുറ ഉണ്ടാകുന്ന പ്രശ്നം അതാണ്. വീട്ടിൽ നിന്ന് തന്നെ സ്ട്രെസ്സ് തുടങ്ങും. അതിനെ അതിജീവിക്കാൻ പഠിക്കുകയാണ് വേണ്ടത്. എന്നാലേ നമുക്ക് ജീവിതം കഴിയുള്ളൂ.